അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ. അയ്യാമുൽ അറബി, ദ ഡേയ്സ് ഓഫ് ദി അറബ്സ്, അതായത് അറബുകൾ, അയ്യാമുൽ അറബ് എന്നറിയപ്പെടുന്ന ആ ദിവസങ്ങൾ. അസ്ബാബുഹ മുത്തനവ്വിഅത്തുൻ, അതിൻ്റെ കാരണങ്ങൾ പലതരമാണ്. യുഖ്സദു ബി അയ്യാമുൽ അറബി, അയ്യാമുൽ അറബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ അയ്യാമു, ആ ദിവസങ്ങളാണ്. എങ്ങനെയുള്ള ദിവസങ്ങൾ? അല്ലത്തി വഖഅത് ഫിഹ, ആ ദിവസങ്ങളിൽ സംഭവിച്ചിരുന്നു. ഹുറൂബുൻ, ചില യുദ്ധങ്ങൾ. അതെങ്ങനെയുള്ള യുദ്ധങ്ങളാവാം? സവാഉൻ അക്കാനത്ത് ബൈനൽ ഖബായിലിൽ അറബിയത്തി, അറബി കബീലകൾക്കിടയിലുള്ള യുദ്ധങ്ങൾ സംഭവിച്ച അല്ലെങ്കിൽ ഉണ്ടായിരുന്ന യുദ്ധങ്ങളാവാം. അതായത് ബഅദിഹ മഅ ബഅദിൻ, അതായത് അതിൽ നിന്ന് ചില കബീലകൾ മറ്റ് ചില കബീലകളോട്. അല്ലെങ്കിൽ ബൈനൽ അറബി വ ബൈന ജീറാനിഹിം, അല്ലെങ്കിൽ അറബുകൾക്കിടയിലും അവരുടെ അയൽ രാജ്യങ്ങൾക്കിടയിലുള്ള യുദ്ധങ്ങളും ആവാം. മിനൽ ഫുർസി വൽ അഹ്ബാഷി, പേർഷ്യക്കാരാലും എത്യോപ്യക്കാരാലും. അപ്പോൾ അങ്ങനെ അത് രണ്ടും സമമാണ് എന്ന് വെച്ചാൽ രണ്ട് യുദ്ധങ്ങളും അതിൽ പെട്ട്. കബീലകൾക്ക് ഇടയിലുള്ള യുദ്ധങ്ങളും പെടും, അതുപോലെ തന്നെ അയൽരാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധങ്ങളും പെടും. അയ്യാമുൽ അറബ് എന്നത് തസവ്വർ, അത് നമുക്ക് ഡിപ്പിക്റ്റ് ചെയ്തിരുന്നു, നമുക്ക് ചിത്രീകരിച്ചു തരുന്നു. അല്ലെങ്കിൽ നമുക്ക് തുസുവ്വിറ എന്ന് വായിക്കാം അത്. അതായത് തുസുവ്വിറ എന്ന് വെച്ചാൽ അതിനെ മനസ്സിലാക്കപ്പെടുന്നു, അയ്യാമുൽ അറബിനെ മനസ്സിലാക്കപ്പെടുന്നു. അയ്യാമുൽ അറബാകുന്നത് തുസുവ്വിറ, അതിനെ മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നു. ജാനിബം മിൻ ഹയാത്തിഹിം, അറബുകളുടെ ജീവിതത്തിൽപ്പെട്ട ഒരു ഭാഗമായിട്ട് തന്നെ. ഫലൗ തതബ്ബഅന ഹയാത്തൽ അറബി, അറബുകളുടെ ജീവിതത്തെ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഫിൽ ജാഹിലിയ കാലത്തിലുള്ള, ലവജദ്ന അന്നൽ ഹുറൂബ വൽ ഗാറാത്ത്, നമുക്ക് കണ്ടെത്താൻ സാധിക്കും, നമ്മൾ കണ്ടെത്തും, അന്നൽ ഹുറൂബ, യുദ്ധങ്ങൾ, വൽ ഗാറാത്ത്, കടന്നാക്രമണങ്ങളും, വൽ ഹദീസ അൻഹ, ആ യുദ്ധങ്ങളെ പറ്റിയും ആക്രമണങ്ങളെ പറ്റിയും ഒക്കെയുള്ള വർത്തമാനം പറച്ചിലും, വഖൗല ഷിഅരി ഫീമാ യതഅല്ലഖു ബിഹ, അവയോട് ബന്ധിക്കുന്ന കാര്യങ്ങളിൽ കവിത പറയലും കവിത പാടലും, യശ്ഗുലു, അത് ഷുഗൂലാക്കും, അത് ജോലിയാക്കും, വ്യാപൃതമാക്കും. ഖിസ്മൻ കബീറൻ മിൻ ഔഖാത്തിഹിം, അവരുടെ സമയങ്ങളിൽ നിന്ന് വലിയൊരു വിഹിതത്തെ തന്നെ. അലാ മദാരി സനത്തി, വർഷമുടനീളം. അസ്ബാബു അയ്യാമിൽ അറബിൻ്റെ കാരണങ്ങൾ കസീറത്തുൻ, ഒട്ടനവധിയാണ്. മുത്തനവ്വിഅത്തുൻ, പലവിധവുമാണ്. മിൻഹ, അവയിൽപ്പെട്ടതാണ് അന്നിസാഉ, തർക്കം, അലൽ മറാഇ, മേച്ചിൽ സ്ഥലങ്ങളുടെ മേൽ, വൻ നിസാഉ അലൽ മിയാഹി, വെള്ളത്തിൻ്റെ മേലുള്ള തർക്കവും, വൽ അസബിയ എന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ ഒന്നും നോക്കാതെ നമ്മുടെ ഭാഗം തന്നെയാണ് ശരി, നമ്മുടെ ഭാഗത്തിൻ്റെ കൂടെ തന്നെയാണ് നമ്മളെപ്പോഴും നിൽക്കുക എന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഗോത്രത്തിൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. വംശീയത എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഗോത്രത്തിൻ്റെ പേരിലുള്ള വംശീയത, പക്ഷപാതം, ആ അർത്ഥത്തിൽ ആണ് വരുന്നത്. ട്രൈബലിസം എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയാം. വൽ ഇന്തിസാറു ലിൽ കബീലത്തി, കബീലക്ക് വേണ്ടി, അതായത് കബീലക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ തടുക്കുക, പ്രതിരോധിക്കുക. വൽ അഖ്ദു ബിസ്സഅരി, പ്രതികാരമെടുക്കുക. വൽ മുഹാഫളത്തു അല ഷറഫി വൽ റിയാസത്തി, അതുപോലെ തന്നെ അഭിമാനത്തിൻ്റെ മേലും നേതൃത്വത്തെയും അഭിമാനത്തെയും എന്ത് ചെയ്യുക? കാത്തു സൂക്ഷിക്കുക, സംരക്ഷിക്കുക. വശിഅറുൽ ജാഹിലിയു, ജാഹിലി കവിത. വസീഖുസ്സിലത്തി, അത് ബന്ധം ദൃഢമായതാണ്. ബിഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളോട്, അതായത് വളരെ ദൃഢമായ ബന്ധമാണ് എന്തുള്ളത്? ആ കവിതക്കുള്ളത്. അവയിൽ മിക്കതും ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഹർബുകളെ പറ്റിയും വാർത്തകളെ പറ്റിയാണ് അധികരിച്ചാണ് ഉണ്ടാവാറുള്ളത് ആ കവിതകൾ. ഒമിൻ അയ്യാമിൽ അറബിൽ മഷൂറത്തെ, പ്രശസ്തമായ അയ്യാമിൽ അറബിൽ പെട്ടതാണ് യൗമു ദീഖാർ ദിവസം. അതെങ്ങനെയുള്ളതാണ്? അല്ലദീ കാന ബൈനൽ അറബി വൽ ഫുർസി, അത് അറബുകൾക്കിടയിലും പേർഷ്യക്കാർക്കിടയിലും ഉണ്ടായിരുന്നതാണ്. അതായത് അവർക്കിടയിലുണ്ടായ ഒരു യുദ്ധമാണ്. വൻതസറ ഫീഹിൽ അറബു, അതിൽ അറബുകൾ വിജയിച്ചു. വഖദ് ഇഫ്തഖറ ശുഅറാഉ ബിഹാദൻ നസ്റിൽ അലീം, ഈ മഹത്തായ വിജയം കൊണ്ട് കവികളൊക്കെ എന്ത് ചെയ്ത്? അഭിമാനം കൊണ്ടു. അപ്പോൾ അവരുടെ കവിതകളിലും അതിനെ പ്രകടമാക്കി. പിന്നെ ഇവിടെ പറയണതിൽ മറായി എന്നുള്ളത് മർആൻ്റെ ജമാണ്, മഫ്അൽ വസ്ന. അപ്പോൾ മറായി എന്നുള്ള മഫ്അൽ വസ്ന. പിന്നെ പ്രത്യേക ഒരു കാര്യം
ഉള്ളത് ഷഗല യഷ്ഗുലു എന്ന് പറഞ്ഞാൽ ജോലിയാക്കി, വ്യാപൃതമാക്കി എന്നാണ്. അപ്പോൾ സാധാരണ രീതിയിൽ എന്തൊരു കാര്യമാണോ നമ്മളെ ഷുഗുലാക്കിയത്, ജോലിയാക്കിയത്, നമ്മൾ എന്തോ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ ജോലി ആയത്, ആ കാര്യത്തെ നമ്മൾ എന്താ പറയുക, ഷാഗിൽ എന്ന് പറയാം. നമ്മളിപ്പോൾ ഒരു കാര്യം കാരണം നമ്മൾ ഒരു വിഷയത്തിൽ വ്യാപൃതരായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലി ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ മഷ്ഗൂൽ എന്നാണ് വിളിക്കുക, ഷാഗിൽ എന്നല്ല. അപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആളെ മഷ്ഗൂൽ, ഒരു ജോലി കൊണ്ട് വ്യാപൃതനായ ആളെ മഷ്ഗൂലെന്നും, ആ ജോലിയെ എന്തൊരു കാര്യമാണ് അയാൾ ജോലിയാക്കിയത്, ഓക്യുപ്പൈ ചെയ്തത്, അതിനെ നമ്മൾ ഷാഗിൽ എന്നാണ് പറയാം. പിന്നെ മദാർ എന്നുള്ളത് മദ്വറിൽ നിന്നാണ്. അപ്പോൾ വാവ് മുത്തഹരിക്ക് മഖബുൽ മഫ്തൂഹ് ആയതുകൊണ്ട് വാവിനെ മറിച്ച് അലിഫാക്കിയതാണ്. അപ്പോൾ പിന്നെ യുഖ്സദുൽ നിന്നുള്ള നായിബ് ഫായിലായിട്ടാണ് അല്ലയ്യാമുൻ എടുത്തേക്കുന്നത്. പിന്നെ വേറെന്തെങ്കിലും ഏറാബി ആയിട്ടോ മറ്റോ അങ്ങനെ എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലൊന്ന് നിങ്ങളൊന്ന് ഉണർത്തണം ഇൻഷാ അല്ലാഹ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദ്.